ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് CPIയുടെ MN സ്മാരകത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു. അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കിനൊന്നും ഒരു വില ആരും കൽപ്പിക്കുന്നില്ല. അതൊക്കെ പഴയ കാലത്തെ CPI ആണ്. ഇപ്പോഴത്തെ CPIക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു തൻ്റെ ഇടമോ ആർജവമോ ഇല്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കുകയാണ്. CPIയുടെ ബഹുമാനബോധം രമേശ് ചെന്നിത്തലയ്ക്കോ ആർക്കെങ്കിലും പണയപ്പെടുത്തിയൊന്നല്ല. രമേശ് ഒന്ന് മാന്തിയാൽ ആരൊക്കെ കൊത്താതൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ കോൺഗ്രസ് നോക്കിയാൽ മതി. കോൺഗ്രസ് പാർട്ടിക്ക് അവസ്ഥ എന്താ? കോൺഗ്രസ് പാർട്ടിക്കകത്ത് സതീശനോട് മിണ്ടാൻ നല്ല നേരം നോക്കണം. രമേശിന് സതീശനും രമേശിനും സുധാകരനും വേണുഗോപാലിനും ഒന്നിച്ചിരിക്കാൻ എന്ത് പാടായിരിക്കും. അതുകൊണ്ട് അത്രയൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ LDFന് ഒന്നും പഠിപ്പിക്കാൻ വരേണ്ടതില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട ഒരു പാടും അവർക്ക് ഇല്ല. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചാൽ മതി. അല്ലല്ല, CPI ഇല്ലല്ലോ. CPI പറഞ്ഞ കാര്യം എന്താ? കുടിവെള്ളത്തിന് പ്രാധാന്യം വേണം, കൃഷിക്ക് പ്രാധാന്യം വേണം. LDF തീരുമാനിച്ചത് ബ്രൂവറി വരുമ്പോൾ കുടിവെള്ളത്തെ കൃഷിയെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടേ വരാവൂ എന്നുള്ളത് LDF തീരുമാനമായിട്ട് മാറി. അത് വിജയമല്ലേ? CPIയുടെ വിജയമാണ്. നിങ്ങളത് പറയുന്നില്ല. മാധ്യമങ്ങൾ, ഇടതുപക്ഷ മാധ്യമങ്ങൾ അത് മൂടി വയ്ക്കുന്നു. അവർ മൂടി വെച്ച് അങ്ങനെയല്ല. ബ്രൂവറി എന്നുള്ളത് നയമാണ്. ഒരുപാട് ബ്രൂവറികളുടെ ആവശ്യകതകളെന്ന് പറയുകയല്ല. പക്ഷേ വിദേശ മദ്യം ഇവിടെ വരുന്നുണ്ട്. പുറത്തുനിന്ന് കർണാടകത്തിൻ്റെ, തമിഴ്നാടിൻ്റെ എല്ലാം ഒരുപാട് മദ്യം വരുന്നുണ്ട്. ഇവിടുത്തെ ആവശ്യത്തിന് തികയുന്നില്ല ഇവിടുത്തെ മദ്യം. അതുകൊണ്ട് മദ്യം നിർമ്മിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരായിട്ട് ഒരിക്കലുമില്ല. അത് LDFൻ്റെ നയമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ചോദ്യം എന്തായിരുന്നു? ജലക്ഷാമമേറെയുള്ള ഒരു സ്ഥലത്ത് അത് ആകാമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അതിന് LDFനകത്ത് കൃത്യം ഉത്തരവുണ്ടായി. കുടിവെള്ളത്തിന് ബാധിച്ചുകൊണ്ട്, കൃഷിയെ ബാധിച്ചുകൊണ്ട് മദ്യനിർമ്മാണശാല ഉണ്ടായിക്കൂടെ എന്നുള്ളത് LDF തീരുമാനമായിട്ട് മാറി. അത് ആരുടെ വിജയമെന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് LDF നയം. അത് കാണാൻ കൂട്ടാക്കാത്ത വലതുപക്ഷവും അവർക്ക് വേണ്ടി എപ്പോഴും ഇന്ന് കുഴഞ്ഞു പിടിക്കുന്നത് കിടപ്പോൾ ആൾക്കാർ കൂടി എന്തെല്ലാം പറഞ്ഞാലും തീരുമാനം ഇപ്പോൾ LDF തീരുമാനം പുറത്തു വന്നല്ലോ. നിങ്ങളാരും കണ്ടില്ലല്ലോ, നിങ്ങളാരും കേട്ടില്ല, നിങ്ങൾ കാണില്ല, നിങ്ങൾ കേൾക്കില്ല. പക്ഷേ ഇത്തരത്തിൽ CPI പല വിഷയങ്ങളിലും ഏത് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒച്ച ഉണ്ടാക്കണ്ട, ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് LDF തീരുമാനം കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. അത് കുടിവെള്ളത്തെ ബാധിക്കാത്ത പക്ഷേ വരാവൂ, കൃഷിയെ ബാധിക്കാൻ പാടില്ല, ഉറപ്പാക്കി കഴിഞ്ഞു. പക്ഷേ നിങ്ങളത് കാണുന്നില്ല. അത് കാണേണ്ടത് നിങ്ങൾ. പക്ഷേ പലപ്പോഴും ഒച്ച നടക്കണമല്ലോ. ഒച്ച ഉണ്ടായത് കാര്യമൊന്നുമില്ല. CPI പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി പറഞ്ഞേക്കാം. ഇത് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശോധനയും ഉണ്ടാകും. അത് LDF തീരുമാനമാണ്. LDF തീരുമാനം അതാണ്. LDF തീരുമാനം അതാണ്. LDF തീരുമാനം അതാണ്. അതാണ് കൺവീനർ പറഞ്ഞത്. ഇതിനാവശ്യമായ പരിശോധനയും ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വലതുപക്ഷത്തിൻ്റെ ജിഫയായിട്ട് മാറുന്ന കുറേ മാധ്യമങ്ങൾ കയറി എന്തെല്ലാം പറഞ്ഞാലും സത്യം വഴിമാറിപ്പോവില്ല. CPIയെ പറ്റി ഇത്ര ഉത്കണ്ഠ വേണ്ട. എങ്ങനെ CPI നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അതാ നിലപാട്. നമുക്ക് നോക്കാം. ഡോണ്ട് ബി ഇൻ എ ഹറി.